വിഘ്നേശ്വര മീഡിയ പ്രസൻസ് ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ നമ്മുടെ ഈ ഒരു മ്യൂസിക് കാണാൻ വേണ്ടിയിട്ട് ഇന്നെന്തായാലും എനിക്ക് തോന്നുന്നു സ്ട്രൈക്കാണ്, അതുമായി ബന്ധപ്പെട്ട ഒന്ന് മ്യൂസിക് കാണാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട കൂട്ടുകാരികൾ നമുക്ക് ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം. കട്ടാക്കിന് വന്നെയാണോ? സ്ട്രൈക്ക് ആയിട്ട് വന്നല്ലേ? കോഴ്സ് തീർന്നിട്ട് ശരി, പേര് പറയും. നോവ. എവിടെയാണ് സ്ഥലം? പ്ലാവിള. ഓക്കെ. നോവേൻ്റെ മീനിങ് എന്താണ്? ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു എന്നാണ്. ഓക്കെ. അപ്പം എല്ലാവരും ആളെ പ്രാർത്ഥിക്കണം കേട്ടോ. ശരി, വീട്ടിലാരൊക്കെ ഉണ്ട് നോക്കട്ടെ? അമ്മ, അനിയത്തി, അപ്പൂപ്പൻ, അമ്മ. അപ്പൂപ്പൻ, അമ്മൂമ്മ അല്ലേ? അമ്മൂമ്മ കഥയൊക്കെ പറഞ്ഞു തരാറുണ്ടോ? എന്ത് കഥ? സീരിയലിൽ ഒഴികെ ബാക്കി എന്ത് കഥ പറഞ്ഞു? കുട്ടിക്കാലത്തെ കഥകളൊക്കെ. ഓക്കെ. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്താണുള്ളത്? അമ്മമ്മ ഒരു കഥ പറഞ്ഞിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും അമ്മമ്മയോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കത് നഷ്ടപ്പെട്ടു പോയി? മീൻസ് ഇപ്പോൾ പഴയ ഒരു കാലഘട്ടത്തിലെ സംഭവമൊന്നും നമുക്ക് കിട്ടണില്ല, എല്ലാം മൊബൈൽ അഡിക്റ്റഡ് ആയിട്ട് അങ്ങനെ പോകും. എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്ന സമയത്ത് ഒരു നഷ്ടബോധം തോന്നുന്നത് എന്താണ്? അമ്മൂമ്മേന്റെ പ്രായത്തിൽ ജനിച്ചില്ലല്ലോ എന്നാണോ? അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു നഷ്ടബോധം ഉണ്ടാവില്ല. കൂടുതൽ ഇന്ററാക്ഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടു അല്ലേ? ശരി. എന്താ പഠിക്കുന്നത്? ഞാൻ ബിടെക് കഴിഞ്ഞു. എവിടെയാണ് കഴിഞ്ഞത്? എല്ലാവരും അവിടെ തന്നെയാണോ? എല്ലാവരും സെയിം കോഴ്സ് എല്ലാം? വരാം. പേരെന്താണ്? ആർഷ വർഗീസ്. ഓക്കെ. വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു? ഓക്കെ. വീട്ടിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് എല്ലാം സാധിച്ചു തരുന്ന ആൾക്കാരാണോ വീട്ടുകാരൊക്കെ? എന്നാലും ഒരു ഉപദേശങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഉപദേശം തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ആർഷ? അങ്ങനെയല്ലേ. ആർഷ ആവുന്നത് എപ്പോഴാണ്? അങ്ങനെ ഒരു നല്ല കുട്ടിയാണ്. ഇവരോട് ചോദിക്കണല്ലേ? സുഖമായിരിക്കുന്നല്ലോ. ഭക്ഷണം കഴിച്ചോ വർഷം? ചെറുതായിട്ട് ലേറ്റ്. അത് ലൈസാണോ കഴിച്ചത്? അല്ല, ബിസ്ക്കറ്റ് കഴിച്ചു. അപ്പൊ ഫുഡ് ഇല്ലേ? ആരോഗ്യ പാർട്ടി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാരും കൂടി വീതിച്ചിട്ട്. പേരെന്താണ്? അബിയ. സുഖമായിരിക്കുന്നോ? ഹാപ്പിയാണോ? അബിയുടെ ഒരു പോസിറ്റീവ് എന്താണ്? അബിയയിൽ കാണുന്ന ഒരു പോസിറ്റീവ് എന്താണ്? ഇൻട്രസ്റ്റ് ആയ കാര്യത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ച് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. മീൻസ് ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എന്താകണം ഒരു സ്വപ്നം എന്താണ്? ഒരു ഡ്രീം എന്ന് പറയുന്നതൊക്കെ എന്താണ്? ജോലി വേണമെന്നുണ്ട്. ഏത് മേഖല? മീൻസ് എങ്ങനെയുള്ള ജോലിയാണ് ആഗ്രഹിക്കുന്നത്? ഒരു ഗവൺമെന്റ് തരത്തിലുള്ള ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പം ട്രിവാൻഡ്രം എന്ന് പറയുന്നത് കൂടുതൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുള്ള ഒരു സ്ഥലമാണ്, ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഈ ഗവൺമെന്റ് ഈ PSC പോലുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടില്ല, തുടങ്ങണം അല്ലേ? ശരി. പേരെന്താണ്? ലയ. സുഖമായിരിക്കുന്നു. ലയ എന്ന് പറയുമ്പോൾ സംഗീതമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഈ ലയക്ക് സംഗീതമായിട്ട് ബന്ധമുണ്ടോ? ഇത് ബൈബിൾ സംബന്ധിച്ചുള്ള പേരാണ്. ശരി. ലയം ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ. ശരി. പാട്ട് പാടുവോ? പാട്ട് പാടില്ലേ? ഞങ്ങൾ ഇതുവരെ കേട്ടില്ല. വീട് എവിടെയാണല്ലേ? മലയൻകീഴാണ്. ശരി. ഓക്കെ. പേരെന്താണ്? ആനിരാജ്. സുഖമായിരിക്കുന്നു? ഓക്കെ. എത്ര മണിക്ക് എത്തി നമ്മുടെ മ്യൂസിയത്തിൽ? ഇവിടെ ഞങ്ങള് കെൽട്രോണിൽ പോയതിനു ശേഷം ഇവിടെ എത്തിയത് ഒരു 11 മണി മുതൽ 12 മണി എന്തായെന്ന് ഒരു മണിയുണ്ടോ? ഇവിടുത്തേക്കാണോ? ഇനി വീട്ടിൽ പോകണം. സിനിമ കാണാൻ അങ്ങനെ പരിപാടി ഒന്നും ഇല്ല. പേരെന്താണ്? വർഷ. സുഖമായിരിക്കുന്നു? എവിടെയാണ് വർഷയുടെ സ്ഥലം? ഏതെങ്കിലും കലാമേഖലയിലൊക്കെ നിൽക്കുന്ന ഒരാളാണോ വർഷ? ഉണ്ടല്ലോ, ഡാൻസ് ചെയ്യുന്നുണ്ടല്ലേ? പാട്ട്, ഡാൻസ്, ആക്ടിംഗ് ഉണ്ട്. പടം വരയ്ക്കലുണ്ട്. ശരി. നമുക്കൊരു 2 പാട്ട് കേട്ടാലോ? ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കും. പിന്നെന്താ? ഇഷ്ടമുള്ളൊരു പാട്ട് പാടും. സൂപ്പർ. നല്ല ക്ലാപ്പ് കൊടുക്കട്ടോ. ഉഷാറായിട്ട് പാടി. ഇത് നിങ്ങൾ മുന്നേ കേട്ടായിരിക്കും അല്ലേ? മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? വലുതായിട്ടില്ല. എന്നാലും എന്ത് പറ്റി മത്സരത്തിൽ പങ്കെടുക്കുക? അങ്ങനെ സമയം കിട്ടാത്തതുകൊണ്ടാണോ? അല്ല, അങ്ങനെയല്ല. പക്ഷെ എന്തൊരു ബാക്കൗട്ട് അടിച്ചിരിക്കുന്ന ഒരാളാണ് എല്ലാ കാര്യത്തിൽ. ഇങ്ങനെ ചെറുതായിട്ട് ഫുൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്. ശരി. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. 10 ഫണ്ണി ക്വസ്റ്റ്യൻ. ഈ ചോദ്യം ഞാൻ ചോദിക്കും. അതിന് ഓരോത്തിനും നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പറയാം. ആരാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരും. ഓക്കെ. റെഡി. അപ്പോൾ പഠിക്കുന്നുണ്ടാന്ന് പറഞ്ഞില്ല. ഞാൻ NSS കോളേജിൽ ബിടെക് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ. ശരി. അപ്പോൾ അങ്ങനെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്ര ചെയ്യുന്നവർ ഇന്ന്
ഒന്ന് മ്യൂസിയൊക്കെ കാണാൻ വന്നു. ആ സമയത്താണ് നമ്മുടെ ക്യാമറ കണ്ണിൽ ഇവരെ മുഖം തെളിഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, 10 ചോദ്യങ്ങളാണ്. ജിക്ക് അല്ല കേട്ടോ, ജിക്ക് ആയിട്ടൊന്നും അങ്ങനെ ബന്ധമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫണ്ണിയാണ്, ഫണ്ണി. ഓക്കെ, ചോദ്യം. ചിലർ കൊടുക്കുന്ന പേരും ചിലർ വിളിക്കുന്ന പേരും ഒന്നാണ്. എന്താണ്? കുസൃതിയല്ല, എന്നാൽ ഇത് യഥാർത്ഥത്തിലുള്ളതാണ്. ഇതൊരു സ്നേഹത്തിൻ്റെയൊക്കെ, ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഇതും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഒരു ബാല്യത്തിൻ്റെ ഇതൊക്കെ വരുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ചിലർ കൊടുക്കുന്ന പേരും ചിലർ വിളിക്കുന്ന പേരും ഒന്നാണ്. കുസൃതി അല്ല, കുസൃതി ചോദ്യമാണ്. ചിലർ കൊടുക്കുന്ന പേരും ഒന്നാണ്, ചിലർ വിളിക്കുന്ന പേരും ഒന്നാണ്. സിമ്പിളാണ് കേട്ടോ. ഇന്ന് അത് ഞാൻ ഉത്തരം പറഞ്ഞ ശേഷം ഞാൻ പറയും. ചിലർ കൊടുക്കും, ചിലർ വിളിക്കുന്ന പേരും ഒന്നാണ്. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ക്ലൂ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വാക്ക്. ചിലർ കൊടുക്കും കടം, ചിലർ വിളിക്കും കടം കടം. അങ്ങനെ എനിക്ക് നാളെ ആദ്യം പറയുന്നപ്പോ പറഞ്ഞ ചിലർ കൊടുക്കുന്ന പേരും ചിലർ വിളിക്കുന്ന പേരും ഒന്നാണ്. സിമ്പിൾ. നമ്മൾ വീട്ടിൽ നിന്ന് ചിലപ്പം വിളിക്കുന്നു പറഞ്ഞാൽ കൂടുതലും വിളിക്കുന്നത് ഒരു പ്രത്യേക മതമായി ബന്ധപ്പെട്ട് വിളിക്കുന്നതാണ്. ചിലർക്ക് ഇത് കൊടുക്കും. ഓക്കെ, എൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഉമ്മ. ഉമ്മ. ഓക്കെ, ഉമ്മ എന്ന് വിളിക്കും അല്ലേ? ചിലപ്പോഴെങ്കിൽ ഈ ഉമ്മ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിലും പെൺകുട്ടികൾ, ആൺകുട്ടികൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്ന കാലഘട്ടമൊക്കെ ഇപ്പോഴാണ് ഉണ്ടോയെന്ന് അറിയില്ല. നിങ്ങളൊക്കെ എങ്ങനെയാണ് പൊതുവേ ഇങ്ങനെ ഒന്ന് രാവിലെ വരുന്ന സമയത്ത് അമ്മയ്ക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ ഉമ്മയൊക്കെ കൊടുക്കാറുണ്ടോ? ഉമ്മ വീട്ടിൽ വന്ന് ഞാൻ ചോദിക്കും. അതൊക്കെ ഒരു ലൈഫിലൊരു വല്ലാത്ത സ്ഥലം. ശരി, ഓക്കെ. ചോദ്യം. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. യാത്രകളിൽ കൂടുകയും കുറഞ്ഞുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? യാത്രകളിൽ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? കുസൃതിയല്ല. യാത്രകളിൽ കൂടുകയും കുറഞ്ഞുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? സമയം. ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടതാണിത്. ഇത് യഥാർത്ഥത്തിലുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കുസൃതി. വെള്ളം. യാത്രയിൽ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? സിമ്പിളാണത്. ഇന്ന് പൈസയോ മിക്കവാറും കുറയുള്ളൂ, അത് കൂടത്തില്ല. അത് കുറയല്ലോ. ചൂടും തണുപ്പും. വണ്ടി, ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതില്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ ഫോണിന്റെ ചാർജ്. ഏതാ ഒന്നും കൂടി? ചാർജ് ഫോണില് ഒന്നും കൂടി. കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാർജർ. കൂടുകയും കുറയുകയും ചാർജർ. കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് യാത്രകളിൽ. ഏതാ? ഫോണിലെ ചാർജിങ് കപ്പാസിറ്റി. അത് ചിലപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്കും. ഇത് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാർജ് ഇടുമ്പോൾ കൂടൂലേ? ഏതാണ്ട് അടുത്തെത്തി. യാത്രകളിൽ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? മൊബൈലാണ്. മൊബൈലില് യാത്രകളിൽ ഇത് കുറച്ച് സമയത്ത് കൂടും, പെട്ടെന്ന് ചിലപ്പം കുറയും. അല്ല, സ്റ്റാറ്റസ് ഉള്ളതാണ് ഈ മൊബൈൽ എന്ന് പറഞ്ഞാരാ ഫസ്റ്റ് കൂട്ടുകാരി? മൊബൈൽ. ശരി, നമുക്ക് അതിന് ഉത്തരം കൊടുക്കാം. അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് അതിന്റെ റേഞ്ചാണ്. റേഞ്ച്. യാത്രകളിൽ അതിങ്ങനെ കൂടും കുറയും ഒക്കെ പൊതുവെ ചെയ്യും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, ഒരു ഭക്ഷണ പദാർത്ഥവും ഒരു മരവും ചേർന്നാൽ കഴിക്കാൻ പറ്റും. എന്താണ്? ഒരു ഭക്ഷണ പദാർത്ഥം. എന്താ അഹങ്കാരം? ആഹാരം. എന്റെ അങ്ങോട്ട് നോക്കുക കേട്ടോ, ആരും പറയുന്നില്ലല്ലോ, സപ്പോർട്ട് ചെയ്യുന്നില്ല. പറ കൂട്ടുകാരി. ഒരു ഭക്ഷണ പദാർത്ഥവും ഒരു മരവും ചേർന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. ഉപ്പുമാവ്. റൈറ്റ് ആൻസർ. റൈറ്റ്. സാൾട്ട് മാംഗോ. ഓക്കെ. നാലാമത്തെ ചോദ്യം. ഓക്കെ, ചുരുക്കം ചിലരുടെ തലയിൽ കാണാം. ആദ്യ അക്ഷരം നീട്ടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ ചിലരുടെ സ്വഭാവത്തിലും കാണാം. ചുരുക്കം ചിലരുടെ തലയിൽ കാണാം. അതിൻ്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ ചിലരുടെ സ്വഭാവത്തിലും കാണാം. എന്താണ്? ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പുട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ അക്ഷരം നമ്മൾ നീട്ടിയാൽ പൂട്ട് എന്നുള്ള രീതിയിലേക്ക്, അതുപോലെ ചുരുക്കം ചിലരുടെ തലയിൽ കാണാം. അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഒന്ന് നീട്ടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ ചിലരുടെ സ്വഭാവത്തിൽ കാണാം. നിങ്ങൾക്ക് ആർക്കും ആ സ്വഭാവത്തിൽ അങ്ങനെ ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാലാമത്തെ ചോദ്യമാണ്. ഇപ്പോൾ 1-1 നിൽക്കുകയാണ്.
ഏതാണ്ട് കടുത്തെത്തി. മൂട്. അടിയാ മുടിയും മൂടോ എന്തിനൊക്കെ പറയാനാണ്? ഏതാണ്ട് അടുത്തത് ഇന്നത്തെ കോട്ട കഴിഞ്ഞിട്ടാ. അല്ല ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ കിട്ടും. അതായത് ചിലരുടെ ചുരുക്കം ചില ആൾക്കാരുടെ തലയിൽ കാണാം. ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ച് കഴിഞ്ഞാൽ ചിലരുടെ സ്വഭാവത്തിലും കാണാം. ഒരു ഓക്കെ, അവരുടെ ഈ തലയിൽ കാണാമെന്ന് പറഞ്ഞില്ലേ, അവരുടെ ജീവിതം ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിതമായിരിക്കും. ഈ മുടിയുമായി ബന്ധപ്പെട്ട് തന്നെ തലയിൽ അല്ലല്ല അല്ല മൂട്ട അല്ല, ഒന്ന് നീട്ടി വെച്ചിരിക്കണേ. മുട്ട ഉത്തരം കിട്ടി, മുട്ട. ഓക്കെ, അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ജഡയാണ്. ജഡ അത് നീട്ടി ഉച്ചരിച്ച് കഴിഞ്ഞാൽ ജാട. നിങ്ങൾ ജാട ഓളോട് വർത്തമാനം പറയാൻ പോകണ്ട, ഓള് ഭയങ്കര ജാടയാന്നൊക്കെ പറയും. ജാട. ഓക്കെ, അടുത്ത ചോദ്യം. ചില കളിയിലും എല്ലാ ട്രെയിനിലും ഉള്ളത് എന്താണ്? ചില കളിയുമായി ബന്ധപ്പെട്ടുണ്ട്, എല്ലാ ട്രെയിനിലും ഉണ്ട്. സിമ്പിൾ, വളരെ സിമ്പിൾ. ചക്രം. ഏതാണ്ട് കരുത്തി. എല്ലാ ട്രെയിൻ യാത്ര ചെയ്യാറുണ്ട്. ഓ, ചില ഏതാണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ ശരിയല്ല. ഏതാണ്ട് കരുത്തെത്തി. ചില കളിയിൽ ചേർത്ത് പറയാറുണ്ട്, അതുപോലെ തന്നെ ട്രെയിനിലുണ്ട്. ചില കളിയിലും എല്ലാ ട്രെയിനിലുള്ളത് എന്താണ്? ഏതാണ്ട് കരുത്തെത്തി. ചില കളിയിലുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണ്, ഫുട്ബോൾ കളിക്കാന്ന് ഏതാണ്ട് കരുത്തെത്തി. ബോഗി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇനിയിപ്പോ പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ മതി. വാഷ്റൂമാണ്. ആ ചെടിച്ചട്ടി ഒന്ന് എടുക്കും. എല്ലാ കളിയിലും വാഷ്റൂമാണ്. ചില മതി ആ ഉത്തരം പറയട്ടെ. കട്ട് ചെയ്തിട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് ചില കളിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പേരാണ്. എല്ലാ ട്രെയിനിലും ഉണ്ടാവും. ഏതാണ്ട് അടുത്തെത്തി. നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പം കമ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, ബോഗി എന്നൊക്കെ പറഞ്ഞില്ലേ, അടുത്തെത്തിയില്ലേ. ഇനി എന്നെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കരുതേ. അടുത്തെത്തി. കമ്പാർട്ട്മെന്റ്, ബോഗി എന്നൊക്കെ പറഞ്ഞു. അതിന്റെ മറ്റൊരു വേർഡ് എല്ലാ കളികളിലും പറയാറുണ്ട്. ഇത് ഇന്ന കളി നാള് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചില ആൾക്കാർ പറഞ്ഞു ഭയങ്കരമായിട്ട് ക്ലൂ കൊടുക്കുന്നു. അതുകൊണ്ടാണ്. ഏതാണ് മനസ്സിലായിട്ട്? ഏതാണ് പറയൂ. ശരി, അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് കോച്ച്. ഞാൻ പറഞ്ഞില്ലേ, അത് ഒന്നുകൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ കോച്ച്. ഓക്കെ, ശരി. അടുത്ത 6ാമത്തെ ചോദ്യം. വള്ളിയിട്ടാൽ അടിക്കാം, വള്ളി പോയാൽ കഴിക്കാം. വള്ളിയിട്ടാൽ അടിക്കാം, വള്ളി പോയാൽ കഴിക്കാം. ഈ ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. വള്ളി ഇട്ടാൽ അടിക്കാം, വള്ളി പോയാൽ കഴിക്കാം. ചെറിയ വാക്ക്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിക്കാൻ പറ്റുന്നത്. വടി. റൈറ്റ് ആൻസർ. നല്ല കൈയ്യടി. വടി. രസവട എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തിന് ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ. ആനയുള്ള മീൻ ഏതാണ്? ആനയുള്ള മീൻ കുസൃതിയാണ്. ആനയുള്ള മീൻ. ആന ഒളിഞ്ഞു കിടക്കുന്ന മീൻ. ആന എന്നുള്ള ചിന്ത ആ പേരെന്നെ ചിന്തിക്കണ്ട. അതിൻ്റെ മറ്റൊരു പേര് ഒളിഞ്ഞു കിടക്കുന്ന മീൻ അല്ല. ആനയുടെ മറ്റൊരു പര്യായ പദം ചേരും. ആൻഡ് എവിടുന്ന് കിട്ടും? ഇപ്പൊ ഇവിടെ പോയി വാങ്ങിയാ കിടക്കാം. ആനയുള്ള മീൻ ഏതാണ്? 7ാമത്തെ ചോദ്യമാണ്. ഞാൻ 3 ചോദ്യം മാത്രം. ആനന്റെ മറ്റൊരു പര്യായ പദം ഒളിഞ്ഞു കിടക്കുന്ന ഒരു മീനിന്റെ പേരാണ്. നല്ല വില കൂടിയ മീനാ. ഒന്നും പറയില്ല, സിമ്പിളാണിത്. ആന ഒളിഞ്ഞു കിടക്കുന്ന മീൻ. ആനയുടെ ഒരു പര്യായ പദം ഒളിഞ്ഞു കിടക്കുന്നതാണ്. എനിക്കറിയില്ലല്ലോ. എനിക്ക് ആകെ അറിയുന്നത് ആനയാണല്ലേ. ശരി, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കരിമീൻ എന്ന് പറയും. കരി എന്ന് പറഞ്ഞാൽ ആനയുടെ ഒരു പര്യായമാണ് കരിമീൻ. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യം കേട്ടോ. താമസിക്കാൻ പറ്റാത്തതും
പലരും ചോദിച്ചു വാങ്ങുന്നതുമായ അറ ഏതാണ്? ഇത് നമുക്ക് ഈ അറ നമ്മൾ താമസിക്കാറുണ്ട് അല്ലേ, ചെറിയ റൂം. എന്നാൽ താമസിക്കാൻ പറ്റാത്തതും പലരും ചോദിച്ചു വാങ്ങുന്ന ചില്ലറ. റൈറ്റ് ആൻസർ. ആളുടെ സ്വരം മാറി വാവുന്നു. ഇനി 2 ചോദ്യം കേട്ടോ. ഒരു ഭക്ഷണ സാധനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വാഹനം ഏതാണ്? തിരുവനന്തപുരത്തേക്ക് കിട്ടും. ഒരു ഭക്ഷണ സാധനമാണ്. ഈ ഭക്ഷണ സാധനം ഒരു വാഹനത്തിൻ്റെ പേരിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്നത് ബീഫ്, പൊറോട്ട. അതിൽ ഏടിയാടി പൊറോട്ട ബീഫ് നല്ല കോമ്പിനേഷൻ. നീ അങ്കറിഞ്ചി. ഒരു ഭക്ഷണ സാധനം ഒളിഞ്ഞിരിക്കുന്ന വാഹനം. അത് ഈ ഭക്ഷണ സാധനത്തിൻ്റെയോടൊപ്പം ഭയങ്കര കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ബീഫ്, ചിക്കൻ, മത്സ്യം, മുളകിട്ട് അല്ലേ ഉണ്ടല്ലോ അല്ലേ, അതൊക്കെ ഇതിനൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ്. കൂടുതലും നമുക്ക് ട്രിവാൻഡ്രം, നമ്മുടെ ഈ കോട്ടയം സൈഡ് അങ്ങനെയുള്ളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻസ് അപ്പം അല്ല ഏതാണ്ടൊക്കെ എടുത്ത് വാഹനത്തിൻ്റെ പേര് വാഹനത്തിൻ്റെ പേര് കപ്പൽ. ലാസ്റ്റ് ചോദ്യം കേട്ടോ. തൊടാൻ പറ്റുന്ന മരം. നമുക്ക് ഈ മരത്തെ തൊടാൻ പറ്റും അല്ല, കുസൃതിയായിട്ട് എടുത്താൽ മതി. ഒരു പ്രത്യേക സ്ഥലത്ത് തൊടാൻ പറ്റുന്ന മരം. എന്താ പറഞ്ഞിരുന്നു? പൂമരം കൊണ്ട്. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് തൊടാൻ പറ്റുന്ന മരം. കുസൃതിയാണ് വീണ്ടും പറയുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് തൊടാൻ പറ്റുന്ന മരം. ആളിങ്ങോട്ട് വരില്ലേ, പൊക്കോ. ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്ന കൂട്ടുകാരിയല്ലേ? ഒരു പ്രത്യേക സ്ഥലത്ത് തൊടാൻ പറ്റുന്ന മരം. നമ്മുടെ ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട വാമരം, പ്രേമലോ? ആൽമരമല്ല, ഒരു നമ്മുടെ ഒരു ഭക്തിയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു മരമാണ്. ആ ഒരു പേരുണ്ട്, ഒരു പ്രത്യേക സ്ഥലത്താണ് ഈ തൊടുക. ചന്ദനം. റൈറ്റ് ആൻസർ. അങ്ങനെ ഒരെണ്ണം അങ്ങനെ കിട്ടിയല്ലേ, കുഴപ്പമില്ലല്ലേ, വലിയ കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വിജയ് എന്ന് പറയുന്ന കുട്ടിയുടെ പേര് പറ. അബിയാണ് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയ്. നല്ലൊരു കയ്യടി കൊടുക്കും അബിയക്ക്. ഇതിന് പകുതി എനിക്ക് തരണം കേട്ടോ അബിയ. അപ്പൊ അബിയക്കുള്ള ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സമ്മാനം. പക്ഷേ നമ്മൾ വിഘ്നേശ്വര ടിവിയും അതുപോലെ തന്നെ VM-TV എല്ലാ പ്രേക്ഷകരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പ്രോഗ്രാമുകളും വ്യത്യസ്തമായിട്ടുള്ള ന്യൂസുകളൊക്കെ പ്രേക്ഷകരുടെ വിരൽത്തുമ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിജയ് എന്ന് പറയുന്നത് അബിയാണ്. അബി ഹാപ്പി ആണല്ലോ? അബി എത്ര ഉത്തരം പറഞ്ഞു? 3 ഉത്തരം അല്ലേ? വേണ്ട. ലാസ്റ്റ് ഒരാൾ ഉത്തരം പറഞ്ഞിട്ട് അങ്ങനെ ശ്വാസം ശരി. അപ്പൊ എന്തായാലും സന്തോഷം. VM-TV ന്യൂസ് ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു.